ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സച്ചിയും രേവതിയും കൂടി സ്നേഹിക്കാനുള്ള ഓരോ കാര്യങ്ങളും മുത്തശ്ശി ഇണക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഭയങ്കര നിരാശയില് ശ്രുതിയാണെങ്കിലും ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പം എന്താ ശ്രുതി ഇങ്ങോട്ടേക്ക് വന്നതെന്നും ചോദിച്ച് ശ്രുതി അവന്റെ അടുത്തേക്ക് ചെല്ലുക. ഒന്നും പറയണ്ടടോ, എനിക്ക് തന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു തലവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാ ഇങ്ങ് വാ ശ്രുതി, ഞാൻ നിന്റെ തല മസാജ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് ഭാവി വധു വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ശ്രുതിയെ വിളിക്കുമ്പം ശ്രുതി പറയാണ്, എടോ താൻ അറിയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോഴത്തേക്കിനും പെട്ടെന്ന് ശ്രുതി ഒന്ന് ഞെട്ടി. കൂട്ടുകാരിയുണ്ട് അപ്പറെ. എന്താ ശ്രുതി, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിൽ നടന്ന ഓരോ സംഭവങ്ങളും ശ്രുതിയോട് വിവരിക്കുകയാണ്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ശ്രുതി സംസാരിക്കുമ്പം ഇതൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ശ്രുതിയും കൂട്ടുകാരിയും. നീ വളരെയധികം കഷ്ടപ്പെട്ട് മേടിച്ചു വന്നൊരു ജോലിയല്ലേ, അതിങ്ങനെ തൊലച്ചതിൽ എനിക്ക് വലിയ സങ്കടം. എന്റെ പൊന്ന് ശ്രുതി, ഈ കാര്യത്തിനാണോ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ദേ പോയതൊക്കെ പോട്ടെ, നിനക്ക് അത്യാവശ്യം കഴിവുണ്ടല്ലോ, നിനക്ക് നല്ലൊരു ജോലിയൊക്കെ തന്നെ കിട്ടും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടണ്ട കേട്ടോ എന്നും പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ ശ്രുതിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി. എടോ ഞാൻ ഇനി എന്ത് ചെയ്യും, വീട്ടിലേക്ക് ജോലി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല. അത് സാരമില്ല, എന്തായാലും പുതിയൊരു ജോലി കിട്ടുന്നത് വരെ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ പാർലറിൽ വന്നിരിക്കുക. അതുവരെയുള്ള കാര്യങ്ങളല്ലേ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറയാലോ എന്നും പറഞ്ഞ് ഇവൾ ആശ്വസിപ്പിക്കുമ്പം ശ്രുതിയാണെങ്കിലോ, എൻ്റെ പൊന്ന് ശ്രുതി, നിന്നതേ ഒരു 5 വർഷത്തിന് മുന്നേ ഞാൻ കണ്ടിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈലേ മാറിപ്പോയേനെ. അതിത്ര മാത്രം നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് അവളുടെ കയ്യിലൊക്കെ പിടിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, എന്താടി നീ സാധാരണ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കേണ്ടതാണല്ലോ, നീ എന്തിനാ അവനിങ്ങനെ ആശ്വസിപ്പിച്ചത്? ഇവനൊരു കഴിവില്ലാത്തവനാണെന്നാ തോന്നുന്നത്. എന്തായാലും നീ ഇങ്ങനെയൊക്കെ താങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നിന്റെ തലയിലാകും കേട്ടോ എന്ന് പറയുകയാണ്. അപ്പൊ കൂട്ടുകാരിയോട് ശ്രുതി ഒരു കാര്യം പറയുക, എടി ഇങ്ങനെ കുറവുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ്, എന്തായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവനൊരു നിഷ്കളങ്കൻ തന്നെയാണ്. പിന്നെ ഇവൻ ഇപ്പൊ നമ്മൾ ക്ഷമിച്ചു കൊടുത്തെങ്കിലല്ലേ ഉള്ളൂ, എൻ്റെ പല കാര്യങ്ങളും ഒക്കെ അറിയുമ്പം ഇവൻ തിരികെ എന്നോട് ക്ഷമിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ചെറിയൊരു കളി കളിച്ചതാന്ന് പറയുകയാണ്. എൻ്റെ പൊന്നെ നിന്റെ ബുദ്ധി സമ്മതിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കൂട്ടുകാർ ശ്രുതിയെ അങ്ങനെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പം വർഷയാണെങ്കിൽ ഓർഡർ ചെയ്ത ഫുഡ് നമ്മുടെ വർഷയുടെ കയ്യിൽ അസിസ്റ്റന്റ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫുഡ് കഴിച്ച വർഷയാണെങ്കിലോ, എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ല, ദോശയിൽ ഇതുമാതിരി പൊളി ഐറ്റം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. എൻ്റെ പൊന്നടാ, അതെ ഈ ഫുഡ് ഉണ്ടല്ലോ, ഇതുണ്ടാക്കിയ ഷെഫിനെ പ്രത്യേകം ചെന്ന് കാണണം, ഇയാളുടെയൊക്കെ ഭാര്യയുടെയൊക്കെ ഒരു യോഗമെന്നും പറഞ്ഞ് ഇവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പം അതിനെന്താ ഷെഫിനെ വിളിച്ച് സംസാരിക്കണം, ഷെഫിനോട് സംസാരിക്കണം, ഇനിയും എനിക്ക് ഇതുപോലെയുള്ള ഓരോ വെറൈറ്റി ഡിഷസ് കിട്ടണം, അതിനുവേണ്ടി അയാളെ വിളിച്ച് സംസാരിക്കണമെന്ന് പറയുമ്പം ആ കൂടെയുള്ള അസിസ്റ്റന്റ് ആണെങ്കിലോ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ച് നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുകയാണ്. അങ്ങനെ ഫോൺ വാങ്ങി ശ്രീകാന്ത് സംസാരിക്കുമ്പം എന്താ മാഡം എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം ദേ നിങ്ങളുടെ ഡിഷ് ഉണ്ടല്ലോ സൂപ്പറാ, ഒരു രക്ഷയില്ല, ഇതുപോലെയുള്ളൊരു ഐറ്റം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ദേ ഇനി എനിക്ക് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ വേണ്ടി വരും. നിങ്ങളുടെ ഭാര്യയുടെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പം അതെ ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, കല്യാണം കഴിയുമ്പം എൻ്റെ ഭാര്യയുടെ ഭാഗ്യം ആയിക്കോട്ടെ. അപ്പം എന്തായാലും ഞാൻ ഇനിയും വിളിക്കൂട്ടോ, ഇയാളുടെ മൊബൈൽ നമ്പർ തരുമോ എന്ന് ചോദിക്കുമ്പം ശ്രീ അവൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. അങ്ങനെ അവർ തമ്മിലൊരു കെമിസ്ട്രിയോടെ വർക്കൗട്ട് ആകുന്ന സമയത്ത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും സച്ചിയും രേവതിയും ഒക്കെ കൂടി ക്ഷേത്രത്തിലേക്ക് വരുന്ന ആ ഒരു കാഴ്ചയാണ്. ക്ഷേത്രത്തിൽ എത്തിയതും മുത്തശ്ശിയാണെങ്കിലോ, മോളെ രേവതി ദേ ഇവിടെയൊക്കെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം രേവതിയുടെ കണ്ണ് പോകുന്നത് അവിടെ മുന്നിലുള്ള ഒരു പൂക്കടയിലേക്കാണ്. പൂക്കടയിലേക്ക് ചെന്നതും ദേ മുത്തശ്ശി നമുക്ക് മാലയൊക്കെ വാങ്ങണ്ടേ, ഭഗവാന് ചാർത്താൻ വേണ്ടിയിട്ട് വാങ്ങണം. അങ്ങനെ രേവതി ആണെങ്കിൽ ആ ഒരു പൂക്കടയിലേക്ക് ചെന്നു. ആ ചേച്ചിയോട് വർത്തമാനമൊക്കെ പറയുമ്പം ചേച്ചി ഈ പൂവ് എവിടെ നിന്ന് വാങ്ങിയതാ, തിരുനെൽവേലിയിൽ നിന്ന് വന്ന പൂവാണോ എന്ന് ചോദിക്കുകയാണ്. അതെ മോളെ, അല്ല മോൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം എനിക്കറിയാം, ഞങ്ങൾക്ക് നാട്ടിൽ ഇതുപോലെയുള്ളൊരു കടയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ്.
അങ്ങനെ ആ ചേച്ചി 2 തട്ടിലാക്കി പൂക്കൾ എല്ലാം നമ്മുടെ പാറുമ്മയുടെ കയ്യിലും അതുപോലെ തന്നെ അച്ഛമ്മയുടെ കയ്യിലും വെച്ച് കൊടുക്കുകയാണ്. സച്ചി വന്ന് പൈസയും ഒക്കെ കൊടുത്തു. അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് ചെന്ന പാടെ തന്നെ രേവതി കാണുന്ന കാഴ്ച, അവിടെ ഒരു ചേച്ചിയെ എടുത്തു പൊക്കിയിട്ട് ഒരു പുള്ളിക്കാരൻ മണി അടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇത് കണ്ടതും അയ്യോ അച്ഛമ്മ ഇല്ലേ, അത് കണ്ടില്ലേ, ആ മണി അടിക്കാനായിട്ട് പറ്റുമോ, ഞാനതൊന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പം എന്താ മോളെ നീ പോയി മണി അടിച്ചോളാൻ പറയുകയാണ് അച്ഛമ്മ. അങ്ങനെ ഓടിത്തുള്ളി പുള്ളിക്കാരി മണി അടിക്കാൻ നോക്കിയിട്ട് ഹൈറ്റ് കുറവായതുകൊണ്ട് പുള്ളിക്കാരിക്ക് എത്തുന്നില്ല. അപ്പൊ ഇത് കാണുമ്പോൾ സച്ചിയാണെങ്കിലോ ഭയങ്കര കളിയാക്കല്, ഇതെന്താ അച്ഛമ്മ ഇവള് തവള ചാടുന്ന പോലെ ചാടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ച് ഇവനിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അച്ഛമ്മ പറയുന്നുണ്ട്, എടാ നീ അവളെ ഒന്ന് സഹായിച്ചാൽ എന്താ. സഹായിക്കാനോ, എങ്ങനെ മോനെ, നീ അവളെ ഒന്ന് എടുത്തു പൊക്കുമ്പോഴത്തേക്കിനും അവൾക്ക് ആ മണി അടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, അയ്യടാ നടന്നത് തന്നെ, ഒരു കാര്യം ചെയ്യാം, ഇവിടെ വല്ല സ്റ്റൂളോ കസേരയോ എന്തേലും കിട്ടുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ, അത് നോക്കിയിട്ട് കൊണ്ടുവരാതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേച്ചി, ഇവർ തങ്ങളിൽ ഒരു കാര്യവും നടക്കേണ്ട പോലെ നടന്നിട്ടില്ല, അതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് പാറുക്കുട്ടി അമ്മ നമ്മുടെ കലാവതി മുത്തശ്ശിയെ മൂപ്പിക്കുകയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിലോ, പാറുതേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേട്ടോണം, അതിനൊപ്പം നീ നിന്നോണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാറു അമ്മയും കലാവതി മുത്തശ്ശിയും കൂടി ഒരു കളിയങ്ങ് കളിക്കുകയാണ്. സച്ചിയാണെങ്കിലോ അവിടെ നിന്ന് ഒരു കസേരയൊക്കെ എടുത്തോണ്ട് വന്നു. രേവതി ആണെങ്കിലോ മാക്കാൻ ചാടുന്ന പോലെ ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ സച്ചി വന്നതും ഇവളുടെ ചാട്ടം നിന്നില്ലേ, ഈ കസേര കൊണ്ടേ കൊടുക്കാന്ന് പറയുമ്പോൾ പാറുക്കുട്ടിയമ്മ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, ചേച്ചിയുടെ മോൻ അവനെ കൊണ്ട് ഇതൊന്നും പൊക്കാനൊന്നും പറ്റുമൊന്നുമില്ല, അവന് ബലമൊന്നും ഇല്ലെന്നേ. എടി നീ എന്താ ഈ പറയുന്നത്, അവനൊരു 100 കിലോ അത്രയുള്ള അരിച്ചാക്ക് വരെ അവൻ പൊക്കും, അങ്ങനെയുള്ള അവൻ്റെ അടുത്താണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. ചേച്ചി അങ്ങനെ പൊക്കാനാണെങ്കിൽ ഇപ്പതാ ആ കൊച്ചു കിടന്ന് അവിടെ കിടന്ന് ചാടുന്നില്ലേ, അവളെടുത്തങ്ങ് പൊക്കി ആ മണി അടുപ്പിക്കില്ലേ എന്നൊക്കെ പറയുമ്പം എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ചോദിച്ച് സച്ചി അങ്ങോട്ട് വരികയാണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം മുത്തശ്ശി പറയാ, എടാ ഈ പാറു അവളെ പറയാണ്, നിനക്ക് രേവതിയെ എടുത്ത് പൊക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല, അതുകൊണ്ടാണ് നീ ഇതാ കസേര എടുക്കാൻ പോയതെന്ന്. മോനെ അച്ഛമ്മയെ വരെ എടുത്ത് പൊക്കൂലേ എന്നുള്ള കാര്യമൊക്കെ അച്ഛമ്മ ഇങ്ങനെ നൈസായിട്ട് പറയുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലോ, ആഹാ പാർക്കുട്ടി അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ, എന്നാ ഇപ്പൊ തന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന കസേര സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ചെക്കൻ അങ്ങ് പോവുകയാണ്. പോയ പാടെ നമ്മുടെ രേവതി ആണെങ്കിൽ ഡി നിക്ക്, നീ അവിടെ നില്ല്, നീ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേന്ന് പറഞ്ഞ് അവളെ പിടിച്ച് തിരിക്കുമ്പം അവള് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. നീ അങ്ങനെ ഒന്ന് തിരിഞ്ഞു നിന്നേന്നും പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വാരി അങ്ങ് എടുക്കുകയാണ്. എടുത്തതും നമ്മുടെ പുള്ളിക്കാരി ആണെങ്കിലോ അയ്യടാ ഇത് കൊള്ളാലോ എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് പുള്ളിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അങ്ങനെ കിട്ടിയ അവസരം പാഴാക്കാതെ നമ്മുടെ രേവു ആണെങ്കിലോ ആ മണികൾ അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങ് തട്ടി വിടുകയാണ്. അപ്പം ഇത് കണ്ടതും മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് കണ്ടില്ലേ, ഇവനെ വളയ്ക്കാൻ ഇതൊക്കെ മാർഗമുള്ളൂ. അങ്ങനെ വലിയ കാര്യത്തിന് രണ്ടുപേരും കണ്ണിയൊക്കെ നോക്കി. അപ്പം നമ്മുടെ രേവതി ആലോചിക്കുന്ന കാര്യങ്ങൾ സച്ചിയോടൊപ്പം യാത്ര ചെയ്തതും വീട്ടിൽ വെച്ച് സച്ചി വീഴാൻ പോയപ്പോൾ പിടിച്ച കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം. അങ്ങനെ താഴെ നിർത്തി, ഇപ്പം മനസ്സിലായല്ലോ പാറക്കുട്ടിയമ്മേ എനിക്ക് ശക്തിയൊക്കെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ തിരിഞ്ഞ് നമ്മുടെ രേവതിയെ നോക്കി സച്ചി അവിടെ നിന്ന് അങ്ങ് പോകുകയാണ്. ആ സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ മുത്തശ്ശിയും രേവുവും കൂടി ക്ഷേത്രം ഫുള്ളും തൊഴുതിങ്ങനെ വലം വെച്ച് വരുന്ന സമയത്ത് അവിടെ കുറേ അധികം വിളക്കുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. എന്താ അച്ഛമ്മ ഇതൊന്നും കത്തിക്കാതെ വെച്ചിരിക്കുന്നത്, ഞാൻ പോയി കത്തിക്കട്ടെ എന്ന് ചോദിക്കുമ്പം മോളെ അത് കന്യകളായിട്ടുള്ള പെൺകുട്ടികൾ കത്തിക്കേണ്ടതാണ്, അങ്ങനെ ഒരു വഴിപാടുണ്ട്. അവര് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ അതിന് ഞാൻ കന്യക എന്നിങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി താൻ പറഞ്ഞത് അബദ്ധമാണെന്ന്, വിവാഹം കഴിഞ്ഞതാണല്ലോ. അങ്ങനെ അവൾ അവിടുന്ന് അയ്യോ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് സ്കൂട്ടാകുകയാണ്. അപ്പം ഈ സമയത്ത് പാറുമ്മ പറയുന്നുണ്ട്, ചേച്ചിക്ക് മനസ്സിലായില്ലേ, അവള് പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ചേച്ചിയുടെ മോളും തമ്മിൽ നടക്കേണ്ട കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, അത് തന്നെ. അപ്പം മുത്തശ്ശിയാണെങ്കിലും ആഹാ അങ്ങനെയാണെങ്കിൽ ഇവർ ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ അവരുടെ ശാന്തി മുഹൂർത്തം നടത്തിയിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ സച്ചിയാണ് ഒരു പുള്ളിക്കാരൻ പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കുമ്പം ഇതെല്ലാം കണ്ട് താളം പിടിച്ച് നമ്മുടെ സച്ചി അവിടെ അങ്ങനെ നിൽക്കുക. അപ്പൊ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങുന്ന രേവതി ആണെങ്കിൽ നേരെ സച്ചിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇവിടെ നിൽക്കേണ്ടതാ അച്ഛമ്മ തിരക്കുന്നുണ്ട്. എൻ്റെ പൊന്നേ നിന്നോട് ആരാ പറഞ്ഞ എൻ്റെ തിരക്ക് ഇങ്ങോട്ട് വരാൻ, അല്ല നിങ്ങൾ ഏതോ ഒരു പരിചയക്കാരനെ കണ്ടു പോയതല്ലേ, പരിചയക്കാരൻ പോയോന്ന് ചോദിക്കുമ്പം പരിചയക്കാരൻ ചിലപ്പോൾ വരും അല്ലെങ്കിൽ ചിലപ്പോൾ പോവും, നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നമെന്ന് ചോദിച്ച് രേവതിയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. അപ്പൊ അവള് പറയുന്നുണ്ട്, എൻ്റെ പൊന്നോ ഈ മനുഷ്യന്റെ അടുത്ത് ഒന്നും സംസാരിക്കാൻ
പറയാനും പറ്റില്ലല്ലോ. ഏത് സമയവും ഇങ്ങനെ ദേ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിന്ന് നേരെ അങ്ങ് നടന്നോ നിന്റെ വീട്ടിലേക്ക്, ഇനി മടങ്ങി വരണ്ട. അപ്പൊ ഇത് കേട്ടും അച്ഛമ്മ വരുമ്പം അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി നീ എന്താ ഈ പറയുന്നത്? അച്ഛമ്മ ഇവള് ചുമ്മാ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യാന്ന് പറയുമ്പം അവള് പിന്നെ നിന്റെ പിന്നാലെ അല്ലാതെ ആരുടെ പിന്നാലെയാ പോവേണ്ടത്? ഇല്ല അച്ഛമ്മേ, ഞാൻ ഈ മനുഷ്യന്റെ പിന്നാലെയേ പോകില്ല എന്നും പറഞ്ഞ് രേവതിയാണെങ്കിലോ അപ്പുറമുള്ള ഡയറക്ഷനിലും പോയി, നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങോട്ടും തിരിഞ്ഞു പോയി. അങ്ങനെ രണ്ട് വഴിക്ക് പോകുമ്പോൾ അച്ഛമ്മ ഒരു കാര്യം അവിടെ നിന്ന് ആലോചിക്കുകയാണ്. ഇതുങ്ങളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഒരുമിപ്പിക്കണമല്ലോ. അതിനുവേണ്ടി അച്ഛമ്മ ഒരു ചെറിയ ഐഡിയ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചെമ്പനീർ പൂവ് അവസാനിക്കുന്നത്. അപ്പം കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്